എന്തിനാ ഫോൺ ഓഫാക്കി വെച്ച്? ആരായിരുന്നു നിങ്ങളുടെ കൂടെ? ഏതവളായിരുന്നു നിങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണോ? എനിക്ക് അറിയണം താൻ ആരുടെ കൂടെ ആയിരുന്നെന്ന്. എന്നെ താലി കെട്ടിക്കൊണ്ട് വന്ന് ഈ വീട്ടിലെ മൃഗങ്ങൾക്ക് തിന്നാനിട്ട് കൊടുത്തിട്ട് തനിക്ക് എന്തുവാന്ന പറയണോ? എന്നെ തല്ലിയല്ലേ? നിങ്ങളുടെ കൈ വിലങ്ങ് വെപ്പിച്ചില്ലെങ്കിൽ പുഷ്പവല്ലി പെണ്ണല്ല. ഇനി നമുക്ക് കോടതി കാണാം. അവിടെ വെച്ച് ജയദേവൻ ചുങ്കത്രയുടെയും മുഖംമൂടിയുണ്ടല്ലോ പിച്ച് ചീന്ത ഞാൻ ഓർത്തോ മാറും. ഒരു കേങ്ങല് അതെ പുഷ്പവല്ലി അവള് നിന്റെ മകൻ എന്തൊരു ഉണ്ട കളഞ്ഞു. അളിയ നിനക്കിപ്പോ ശരിക്കും വേണ്ട എന്താണെന്ന് അറിയാവോ? എന്ത്? കംപ്ലീറ്റ് മെന്റൽ റെസ്റ്റ്. ഒരു വഹയും ചെയ്യാല്ലാതെ ഒരു 3-4 ദിവസം ചുമ്മാ ഇരി. അതിന് പറ്റിയൊരിടത്തോട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ കാത്തു നിൽക്കായിരുന്നു. അളിയ ഇതാണ് ഞാൻ പറഞ്ഞ മണിക്കൂട്ടൻ. നമസ്കാരം സാർ. അളിയന്റെ അടുത്ത സകല കാര്യങ്ങളും ഇവൻ നോക്കിക്കോളൂ. വാ സാറേ. എഴുത്തുകാർക്ക് പറ്റിയ സ്ഥലമാ സാറേ ഇത്. ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് വരെ എഴുതാൻ തോന്നാറുണ്ട്. എന്നിട്ട് നീ വല്ല എഴുതിയാടേ? ഞാൻ അങ്ങനെ എഴുതാതെ ഇരിക്കാനല്ലേ സാറേ ദൈവം എന്നെ ഇങ്ങനെ ആക്കിയത്. മണിയാ, ഓ സാറിന് നീ ഇവിടെ ഒരു കുറവും വരുത്തരുത് എന്ന് വിചാരിച്ച് എപ്പോഴും പോയി സംസാരിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യരുത്. ചിന്തിക്കാനുള്ള ഒരു സമാധാനം കൊടുക്കണം കേട്ടോ? അപ്പടേ നീ ഒന്ന് കുളിച്ച് സെറ്റിലാവും. എന്നെ അവന്മാര് ചാനലുകാർ ഒന്നങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഒന്ന് അവിടം വരെ പോണം. സാറിന്റെ പെട്ടിയും കടലാസും കാറിലുണ്ട്. ഞാൻ എടുത്തോളാം. നീ വയ്യാത്ത കൈയും വെച്ച് ഞാൻ പിടിച്ചോളാം സാറേ. ഉള്ള കൈ സ്ട്രോങ് ആ. അളിയാ, എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും. നീ കല്ലുമാരി ഇരി, ഞാൻ പോയിട്ട് വരാം. അതെന്റെ ചേച്ചിയാ സാറേ. 3 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവിടുത്തെ ജോലിക്കാരിയാ.
നീലി. ദേ സാറിന് അധികം ശല്യപ്പെടുത്തരുത് കേട്ടോ. സാറേ ഞാനൊന്ന് ടൗൺ വരെ പോയിട്ട് വരട്ടെ. എനിക്കിന്ന് ഡോക്ടറെ കാണേണ്ട ദിവസമാണ്. എടി പുഷ്പു, കുടുംബശ്രീയുടെ വാർഷികത്തിന് ഇനി അധികം ദിവസം ഇല്ല. ഇത്തവണയെങ്കിലും ജയദേവൻ ചുങ്കത്തറയെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ. ആ ഇനിയിപ്പ എങ്ങനാ? ദേ രമേ, ചാടി വന്നൊരു ഒറ്റ ചവിട്ടി ഓട്ടുവേ. കുറച്ച് ദിവസമായി അവളുടെ ഒരു തോണ്ടല്. പുഷ്പയിലൂടെ കളിച്ച അയാൾ ജയിക്കുന്ന അയാളുടെ വിചാരം മനസ്സറിഞ്ഞ് ശപിച്ചതാ ഞാൻ. ഭ്രാന്തെടുത്ത് നിക്കക്കളി ഇല്ലാണ്ട് അയാൾ എന്റെ മുന്നിൽ കിടന്ന് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്റെ പുഷ്പു, നീ ഒന്ന് അടങ്ങ്. എന്നെ എടുക്കാൻ നീ പറഞ്ഞോളൂ ചുങ്കത്തറ. ചുങ്കത്തറയോ? അല്ല ശോഭേ. ജയദേവൻ ചുങ്കത്തറ അയാളിങ്ങ് വരട്ടെ. ഈ വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലും ഞാൻ. മണിക്കുട്ട,